ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വരാജ് വരുമ്പോൾ ചോദിക്കാവുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അതിലൊന്ന് സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പിണറായി മാനറിസമൊക്കെ ശരീരത്തിൽ ആവാഹിച്ച് ഒരു ബോഡി ലാംഗ്വേജൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് VS അച്യുതാനന്ദനെ ചീത്ത വിളിക്കുന്നതൊക്കെ പിതൃശൂന്യൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ ഇന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ. അപ്പോൾ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ്. കാരണം അത്ര വലിയ പാതകമാണ് ചെയ്തത്. 15 കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകമാണ്. അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പത്രക്കാരെ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞെന്താ പിതൃശൂന്യ വാർത്ത. അത് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാം. അതിലെവിടെയാണ് അസഭ്യം, എവിടെയാണ് ഭാഷാപരമായ പ്രശ്നം? ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 2006 ആഗസ്റ്റ് മാസം 9-ാം തീയതി മലയാള മനോരമ ദിനപത്രത്തിൽ ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രഥമഗണനീയനായ ഭാഷാ പണ്ഡിതൻ VR പ്രബോധചന്ദ്രൻ നായർ ഒരു കുറിപ്പെഴുതി. അതിലെ ഒരു വാചകം ഇങ്ങനെയാണ്: സന്ദർഭം നോക്കാതെ വാക്കിന് അർത്ഥം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ അനർത്ഥ ഗർത്തത്തിൽ ചെന്ന് ചാടും. സന്ദർഭത്തിലെ ധർമ്മമാണ് വാക്കിന്റെ അർത്ഥം. ഇത് ഭാഷാശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വം. ഉറവിടം വെളിപ്പെടുത്താതെ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയെ പിതൃശൂന്യം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അപലപിക്കാൻ ഒന്നുമില്ല. അഭിനന്ദനീയമായ അർത്ഥതലങ്ങൾ ഏറെയുണ്ടുതാനും. ഇത് പറഞ്ഞത് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെക്കാൾ വലിയ ഭാഷാ പണ്ഡിതനാണ് ഈ ഇരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ നമസ്കരിക്കുന്നു. ഇതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? വാർത്തയാണ് പറഞ്ഞത്. അങ്ങയെപ്പോലും ഞാൻ ഈ വാക്ക് ഉപയോഗിക്കില്ല, ആരെയും ഉപയോഗിക്കില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങിയിട്ട് പോലെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. ആരുടെയോ നാവ് വെട്ടിയെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞത്രേ. അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കാണിക്ക്. അന്ന് അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചവിട്ടി നിൽക്കാം, പക്ഷെ അതിന്റെ തലയിലാവരുത്.